നമുക്കിന്ന് GCC കമ്പൈലർ ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ എന്താണ് GCC കമ്പൈലർ അല്ലേ? കമ്പൈലർ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിക്കവാറും പേര് ആൻസറബിൾ ആയിരിക്കും. നമ്മൾ അത്തരം കാര്യങ്ങൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. അങ്ങനെ ഡിസ്കസ് ചെയ്യണമെങ്കിൽ വാട്ട് ഈസ് എ കമ്പ്യൂട്ടർ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം അല്ലേ? പിന്നെ ഞാനിവിടെ ഇരുന്നിട്ട് കമ്പ്യൂട്ടർ ഇസ് എക്സ്ട്രീംലി ഫാസ്റ്റ് ആൻഡ് ആക്യുറേറ്റ് ഡാറ്റ പ്രോസസിംഗ് ഇലക്ട്രോണിക് മെഷീൻ വിച്ച് ആക്സെപ്റ്റ് ഡാറ്റാസ് അങ്ങനെ ബ്ലാ 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 കുറേ പറയേണ്ടി വരും. ഇങ്ങനെയുള്ള ബ്ലാ ബ്ലാ ബ്ലാസ് ഒന്നുമില്ല. നമ്മൾക്ക് എന്താണ് കമ്പൈലർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എഴുതിയ കോഡ് നമ്മൾക്ക് മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റുന്ന ഒരു പ്രോസസ്സ്. ഇത്രയും നമുക്ക് അറിയാം. ഇവിടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓഡിയൻസിൽ മിക്കവാറും ആരും തന്നെ ഒരു കമ്പൈലർ ഡയറക്റ്റ് ഉപയോഗിച്ചിട്ടുണ്ടാവില്ല. ഇവിടെ നമ്മൾ IDE എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്രെയിം ഉപയോഗിച്ചിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ്. നമ്മൾ അതിങ്ങനെ ഓപ്പൺ ചെയ്യുന്നു, അതിനകത്തുനിന്ന് ഫയല് ന്യൂ പ്രോജക്റ്റ് ന്യൂ ഫയൽ എന്നൊക്കെ പറഞ്ഞിട്ട് അതിനകത്തുനിന്ന് ഒരു ഫയൽ നമ്മൾ എടുത്തിട്ട് കോഡ് ടൈപ്പ് ചെയ്യുന്നു. പിന്നെ അതിനകത്തൊരു ബട്ടൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ കമ്പൈൽ ആവുന്നു, എന്നിട്ട് വെരിഫൈ ചെയ്യുന്നു, എറർ ഒരു വിൻഡോയിൽ കാണിക്കുന്നു. ഇങ്ങനെ കുറേ സംഗതികളായിരിക്കും നമ്മൾ മിക്കവാറും പേര് പരിചയപ്പെട്ടിട്ടുള്ളത്, പ്രത്യേകിച്ച് അക്കാഡമിക്കലായിട്ട്. നമ്മൾ ഇവിടെ ചെയ്യുന്നത് ഇതിൻ്റെ അസ്ഥികൂടം വേർപെടുത്തിയിട്ടാണ് ചെയ്യുന്നത്. സിംപ്ലി കമ്പൈലർ എന്ന് പറഞ്ഞാൽ കമ്പൈലർ മാത്രം. നമ്മളിവിടെ ശ്രദ്ധിച്ചു, നമ്മളിവിടെ കോഡ് ടൈപ്പ് ചെയ്യുന്നത് എവിടെയാണ്? നമ്മൾക്ക് എവിടെ വേണമെങ്കിലും ടൈപ്പ് ചെയ്യാം എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ സിംപ്ലി ഒരു നോട്ട് പാഡ് എടുത്തിട്ട് സേവ് ചെയ്യുന്നു, .c എന്ന് പറഞ്ഞിട്ട് സേവ് ചെയ്യുന്നു. അതിനെ നമ്മൾ കമാൻഡ് പ്രോംപ്റ്റിലൊക്കെ കയറിയിട്ട് നമ്മൾ കമാൻഡ് കൊടുത്തിട്ട് കമ്പൈൽ ചെയ്യുന്നു. ഇതാണ് നമ്മൾ ചെയ്യുന്ന മെത്തേഡ്. ഈ മെത്തേഡിൻ്റെ പ്രത്യേകത, ദിസ് ഈസ് വെരി റോ ലെവൽ. നമ്മൾക്ക് മൈക്രോ കൺട്രോളർ ഏത് ലെവലിൽ പോയി കഴിഞ്ഞാലും നമ്മൾക്കതിൻ്റെ ഡീപ്പ് സെൻസിൽ ആക്ച്വലി നമ്മൾ ഒരു 20, 30, 50 വർഷം എംബഡഡ് ഫീൽഡിൽ വർക്ക് ചെയ്യാൻ പോകുന്ന ഒരാളുടെ എല്ലാ കാര്യങ്ങളും 50 വർഷത്തെ കാര്യങ്ങൾ ഇവിടുന്ന് പഠിപ്പിച്ചിട്ട് വിടാൻ കഴിയില്ല അല്ലേ? പക്ഷേ 50 വർഷവും നമ്മൾക്ക് പുതിയ എന്ത് കാര്യം പഠിക്കണമെങ്കിലും ഒരു സീനിയറോ അല്ലെങ്കിൽ ഒരു ക്ലയൻറ്റോ ഒരു കാര്യം പറയുമ്പോൾ അത് മനസ്സിലാവണമെങ്കിൽ ബേസിക് സംഗതികൾ നമുക്കവിടെ തറവാണ്. സോ ദിസ് ഈസ് എ ബേസിക് തിങ്. നമ്മൾ കമ്പൈലറിലേക്ക് ഡയറക്റ്റ് ആണ് പോകുന്നത്. നമുക്ക് പ്രാക്ടിക്കലി നോക്കാം. കഴിഞ്ഞ സെഷനിൽ നമ്മൾ പറഞ്ഞതുപോലെ GCC എങ്ങനെയാണ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നത് നോക്കാം. ചുമ്മാ ഗൂഗിളിൽ സെർച്ച് ചെയ്യണം GCC കമ്പൈലർ ഫോർ വിൻഡോസ്. ഇവിടെ ഒരു സോഴ്സ് ഫോർജിൻ്റെ ഒരു ലിങ്ക് കാണുന്നുണ്ട്. നമുക്കതിൽ ക്ലിക്ക് ചെയ്യാം. ഇതിൽ കയറിയാൽ MinGW എന്ന് പറഞ്ഞിട്ട് കാണുന്നുണ്ടല്ലോ. നമുക്ക് അത് തന്നെയാണ് ആവശ്യം. ഈ MinGW തന്നെയാണ് നമ്മളുടെ GCC കമ്പൈലറായിട്ട് വർക്ക് ചെയ്യുന്നത്. ഇവിടെ ഡൗൺലോഡ് ബട്ടൺ ഉണ്ട്, നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഡൗൺലോഡിങ് സംഭവിക്കുന്നുണ്ടോ എന്ന് നോക്കാം. MinGW ഓക്കെ, ഇവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ട്. നമ്മൾക്കതിനെ ഓപ്പൺ ചെയ്യാം. എന്ന് വെച്ചാൽ ഇത് ഇൻസ്റ്റാളറാണ്. exe ഫയൽ നമ്മൾ റൺ ചെയ്യിപ്പിക്കുന്നു. ഇൻസ്റ്റാൾ കൊടുത്തു. ഇവിടെ ഒരു ലൊക്കേഷൻ ചോദിക്കുന്നുണ്ട്. എനിക്ക് ഇവിടെ തന്നെ മതി, C:/MinGW. അപ്പോൾ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. കണ്ടിന്യൂ കൊടുത്തു. എനിവേ നമ്മളത് ഓർത്ത് വെക്കണം ഏതാണ് ലൊക്കേഷൻ എന്നുള്ളത്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ പാത്ത് വന്നിട്ട് നമ്മൾക്ക് എൻവയോൺമെൻറ്റ് വേരിയബിൾ സെറ്റ് ചെയ്യാനുണ്ട്. ഇതൊരു 30 സെക്കൻഡ് 40 സെക്കൻഡ് വരുന്ന ഒരു പ്രോസസ്സാണ്. നെക്സ്റ്റ് ഇത് കഴിയുമ്പോൾ നമ്മൾക്ക് ഓപ്ഷൻ കൊടുക്കാനുണ്ടാവും. ഓക്കെ, നമ്മൾക്ക് കണ്ടിന്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു വിൻഡോ വന്നിട്ടുണ്ട്. ഓക്കെ, എനിക്ക് വേണ്ടത് ആക്ച്വലി MinGW 32 ബേസ് മാർക്ക് ഫോർ ഇൻസ്റ്റലേഷൻ. ഇനി GCC G++, ഇത് രണ്ടുമാണ് വേണ്ടത്. ഓക്കെ, ആക്ച്വലി നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും അറിയില്ല എന്നുണ്ടെങ്കിൽ, ആക്ച്വലി ഇതൊരു ഇൻസ്റ്റലേഷൻ വീഡിയോ അല്ല. നമ്മളുടെ മെയിൻ ഇൻറ്റൻഷൻ ഇതിന് ഇൻസ്റ്റലേഷൻ കാണിക്കുക എന്നുള്ളതല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഇൻസ്റ്റലേഷൻ്റെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഞാനിതിനെ മാർക്ക് ചെയ്യുന്നത്, ഇതിലിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ നമ്മൾ ഫുള്ളി AI ഉപയോഗിക്കുന്ന ടൈമാണല്ലേ. അപ്പോൾ നമ്മൾക്കിതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഇവിടെ നിന്ന് എടുക്കുന്നു. ഓക്കെ, ഞാൻ ഈ വിൻഡോ അങ്ങനെയാണ് സ്ക്രീൻഷോട്ട് എടുത്തു. എന്നിട്ട് ഞാൻ ബ്രൗസറിൽ പോയിട്ട് ഞാനിവിടെ ChatGPT ഓപ്പൺ ചെയ്യുകയാണ്. ChatGPTക്ക് ഞാൻ ആ സ്ക്രീൻഷോട്ടിന് അങ്ങനെ തന്നെ പേസ്റ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ChatGPT ബാക്കി കാര്യങ്ങളെല്ലാം ഊഹിച്ചോളും. ഇതിപ്പോൾ എവിടെ നിന്ന് വന്നു, ഇനിയിപ്പോൾ എന്താണ് നമ്മളുടെ ആവശ്യം എന്നുള്ളതെല്ലാം ChatGPTക്ക് ഗസ് ചെയ്യാൻ പറ്റും.
ഇപ്പോൾ ChatGPT പറഞ്ഞു തരും. അപ്പോൾ ആക്ച്വലി ഇത് ഞാൻ വിൻഡോസിൽ ചെയ്യുന്നു, ഞാൻ വിൻഡോസ് 11 ചെയ്യുന്നു. 64-ബിറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഇനി നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം 32-ബിറ്റ് ആണ്, അതല്ലെങ്കിൽ വിൻഡോസ് 11 അല്ല, വിൻഡോസ് 7 ആണ്, അല്ലെങ്കിൽ നിങ്ങളുടെ വിൻഡോസ് തന്നെ അല്ല, ലിനക്സോ അല്ലെങ്കിൽ മാക്കോ അങ്ങനെ എന്തെങ്കിലും ആണ്. അപ്പോൾ ഇതിന് ആക്ച്വലി നമ്മൾ എല്ലാത്തിൻ്റെയും ഇൻസ്റ്റാളേഷൻ വീഡിയോ ഇടുന്നില്ല. ഇതിൻ്റെ എല്ലാം നമ്മൾക്ക് ഹെൽപ്പ് ഇതേപോലെ AI-നോട് ചോദിക്കാം. ഇവിടെ പറഞ്ഞു തരുന്നുണ്ട് ഇതെന്തിനാണ് ഈ ഓപ്ഷൻസ് വന്നിട്ടുള്ളതെന്നും ഏതൊക്കെയാണ് ക്ലിക്ക് ചെയ്യേണ്ടതെന്നുള്ളതും അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം എന്നുള്ളതെല്ലാം ഇവിടെ പറഞ്ഞു തരുന്നുണ്ട്. സിമിലർ ഓപ്ഷൻസ് നിങ്ങൾക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ വീഡിയോസ് യൂട്യൂബിൽ കിട്ടുമായിരിക്കാം. എനിവേ നമ്മൾ ഇത് കണ്ടിന്യൂ ചെയ്യാണ്. എനിക്ക് ഈ 2 ഓപ്ഷൻസ് മാർക്ക് ചെയ്യണം. മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇൻസ്റ്റാളേഷനിൽ പോയിട്ട് അപ്ലൈ ചേഞ്ചസ് കൊടുക്കണം. ഇവിടെ വീണ്ടും ഒരു അപ്ലൈ കൊടുക്കണം. ഓക്കെ, ഇനി ഇത് ഒരു 2 മിനിറ്റിൽ താഴെ ഓടുന്ന ഒരു പ്രോസസ്സാണ്. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾക്ക് എന്തെങ്കിലും ഓപ്ഷൻ കിട്ടാം. ഡയലോഗ് ബോക്സ് ഓട്ടോമാറ്റിക്കലി ക്ലോസ് ചെയ്യണോ, അങ്ങനെ എന്തെങ്കിലും ഓപ്ഷൻസ് കിട്ടാം. നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ക്ലോസ് ഡയലോഗ് ഓട്ടോമാറ്റിക്കലി എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ബാക്കി പ്രോസസ്സ് ഒരു 10-30 സെക്കൻഡിനകത്ത് കഴിയുമ്പോൾ ഈ വിൻഡോ ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആവും. നമുക്ക് ഈ വിൻഡോനകത്ത് ഇനി ആക്ച്വലി ഒന്നും കാണാനില്ല, കാരണം ഇത് കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെ വിൻഡോ ക്ലോസ് ആവും എന്നുള്ളതാണ്. അപ്പോൾ വിൻഡോ ക്ലോസ് ആയിക്കഴിഞ്ഞാൽ ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി. ഓക്കെ, ഇപ്പോൾ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതെല്ലാം ക്ലോസ് ചെയ്യാം. നമ്മളുടെ ഇൻസ്റ്റാളേഷൻ്റെ പരിപാടി ജസ്റ്റ് എ മിനിറ്റ്. ഓക്കെ, ഇൻസ്റ്റാളേഷൻ്റെ പരിപാടി അത്രയേ ഉള്ളൂ. പക്ഷേ നമ്മൾക്ക് ഇപ്പോഴും നമ്മളുടെ കമാൻഡ് പ്രോംപ്റ്റിൽ നമ്മൾക്ക് GCC ഡിറ്റക്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല. നമ്മൾക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. GCC സ്പേസ് -- വെർഷൻ. ഇവിടെ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള GCCൻ്റെ വെർഷൻ കാണിക്കുമെന്നുള്ളതാണ്. പക്ഷേ ഇത് ഡിറ്റക്റ്റ് ചെയ്യുന്നില്ല. ഇത് ഡിറ്റക്റ്റ് ആവണമെങ്കിൽ നമ്മൾക്ക് എൻവയോൺമെൻറ്റ് വേരിയബിൾ സെറ്റ് ചെയ്യണം. അപ്പോൾ സ്റ്റാർട്ടിൽ പോയിട്ട് നമ്മൾക്ക് എൻവയോൺമെൻറ്റ് വേരിയബിൾ എന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ ഇവിടെ എഡിറ്റ് ദ സിസ്റ്റം എൻവയോൺമെൻറ്റ് വേരിയബിൾസ് എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾക്ക് ഇവിടെ എൻവയോൺമെൻറ്റ് വേരിയബിൾസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ, അതിൽ ക്ലിക്ക് ചെയ്താൽ താഴത്തെ കോളത്തിൽ പാത്ത് എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് താഴെ എഡിറ്റ് കൊടുക്കാം. അപ്പോൾ നമ്മൾക്ക് ഇവിടെ കുറേ കോളംസ് ഓൾറെഡി ഉള്ള പാത്തുകളൊക്കെയാണ്. നമ്മളുടെ പാത്ത് ആക്ച്വലി ഞാൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞു സിക്കകത്ത് -GW, അതിനകത്ത് പോയി കഴിഞ്ഞാൽ ബിന്നുണ്ട്. ബിന്നിനകത്ത് നമ്മൾക്ക് ഈ ഫയൽസ് എല്ലാം കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഈ പാത്ത് ഇവിടെ നിന്ന് കോപ്പി ചെയ്യാം. എന്നിട്ട് എൻവയോൺമെൻറ്റ് വേരിയബിൾ അവിടെ പോയിട്ട് ന്യൂ കൊടുക്കാം. എന്നിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യാം. എന്നിട്ട് ഓക്കെ കൊടുക്കാം. ഇത് സെറ്റായിട്ടുണ്ട്. ഇനി വീണ്ടും ഓക്കെ കൊടുക്കുക, വീണ്ടും ഓക്കെ കൊടുക്കുക. എന്നിട്ട് കമാൻഡ് പ്രോംപ്റ്റ് ആക്ച്വലി നേരത്തെ ഓപ്പൺ ചെയ്തതാണ്. ഇത് ക്ലോസ് ചെയ്തിട്ട് വീണ്ടും ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇനി വീണ്ടും ടെസ്റ്റ് ചെയ്ത് നോക്കാം. GCC സ്പേസ് -- വെർഷൻ. റൈറ്റ്, നമ്മളുടെ GCCൻ്റെ വെർഷൻ വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് കഴിഞ്ഞ ദിവസം കാണിച്ച് തന്ന ആ ഒരു എക്സ്പെരിമെൻറ്റ് നമുക്ക് നോക്കാം. നമ്മൾക്ക് ഇവിടെ സബ്ലൈം ടെക്സ്റ്റ് എഡിറ്റർ എടുത്തിട്ട്, ഓക്കെ, സബ്ലൈം ടെക്സ്റ്റ് എഡിറ്റർ ഒരു നല്ലൊരു ഓപ്ഷനാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നോട്ട് പാഡ് പോലെ എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാം. നോട്ട് പാഡ് ++ എല്ലാം നല്ലതാണ്. ഇവിടെ ഞാൻ വെറുതെ ഒരു കോഡ് എഴുതാം. #include stdio.h. ഇതിനിപ്പോൾ തന്നെ സേവ് ചെയ്യാം. അപ്പോൾ നമുക്ക് C ഫയലായിട്ട് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. ഡെസ്ക്ടോപ്പിൽ പോയിട്ട് ടെസ്റ്റ് gcc.c എന്ന പേരിൽ ഞാൻ സേവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ C കോഡായിട്ട് ഡിറ്റക്റ്റ് ചെയ്തു. ഞാനിതിനെ ഇങ്ങനെ ഒന്ന് അലൈൻ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഒരു ഇൻറ്റ് മെയിൻ, ഇതിനകത്തൊരു printf മാത്രം എഴുതാം. printfൽ ഹലോ GCC ടെസ്റ്റ് എന്ന് എഴുതുന്നുണ്ട്. ഇനി ഇതിനെ ഇവിടെ സേവ് ചെയ്തിട്ട് ഇവിടെ കമ്പൈൽ ചെയ്യാം. ഇവിടെ കമ്പൈൽ ചെയ്യണമെങ്കിൽ
ഈ കോഡ് ഞാൻ സേവ് ചെയ്ത് ഡെസ്ക്ടോപ്പിലാണ്. അപ്പോൾ കമാൻഡ് പ്രോംപ്റ്റിൽ നമുക്ക് ഡെസ്ക്ടോപ്പിലേക്ക് പോകണം. ഓക്കെ, ഇനി കോഡിൻ്റെ പേര് ടെസ്റ്റ് GCC അതായിരുന്നു. അപ്പോൾ ഞാനിവിടെ GCC സ്പേസ് ടെസ്റ്റ് GCC .c സ്പേസ് -o ടെസ്റ്റ് GCC.exe ഇനി എൻ്റർ ചെയ്യാം. അപ്പോൾ ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ കമ്പൈൽ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, കമ്പൈലായി. ഇനി നമ്മൾക്ക് നേരെ ഡെസ്ക്ടോപ്പിൽ പോയി നോക്കാം. ടെസ്റ്റ് GCC എന്ന് പറഞ്ഞൊരു ഔട്ട്പുട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇതിനെ ഓടിച്ച് നോക്കാം. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു get.ch കൊടുത്തിട്ടില്ല. കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ വിൻഡോയിൽ കാണാൻ പറ്റും. ഇപ്പോൾ വിൻഡോ വന്നിട്ട് ക്ലോസ് ആയിപ്പോയി. ഞാനിവിടെ ഒരു get.ch കൂടി ആഡ് ചെയ്യാം. ഒബ്വിയസ്ലി നമുക്കിവിടെ ഹാഷ് ഇൻക്ലൂഡ് കോണയോ കൂടി ആഡ് ചെയ്യണം. എഗെയിൻ കമാൻഡ് പ്രോംപ്റ്റിൽ നമ്മൾക്ക് ഇതേ കമാൻഡുകൾ ഒരു തവണ കൂടി കമ്പൈൽ ചെയ്യാം. ഇനി ഡെസ്ക്ടോപ്പിൽ പോയി കഴിഞ്ഞാൽ അതേ ഔട്ട്പുട്ട് ഒരു തവണ കൂടി റൺ ചെയ്യാം. ഓക്കെ, ഹലോ GCC ടെസ്റ്റ് വന്നില്ല, TS എന്നാണ് വന്നത്. അത് നമ്മളുടെ ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആയിരിക്കും. ഓക്കെ, ഇവിടെ ടെസ്റ്റിൽ T ടൈപ്പ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മൾ GCC കമ്പൈലർ ഉപയോഗിച്ചു. നമ്മൾ GCC കമ്പൈലർ ഡയറക്റ്റ് നമ്മൾ ഒരു സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്ത് അതിനെ കമാൻഡ് പ്രോംപ്റ്റിൽ അതിൻ്റെ കമാൻഡ് ലൈൻ ഉപയോഗിച്ച് ഡയറക്റ്റ് കമ്പൈൽ ചെയ്ത് അതിൻ്റെ ഒരു ഔട്ട്പുട്ട് ഫയൽ എടുത്തു. ഇത് വളരെ ഒരു ടു ദ പോയിന്റ് പോലെ നമ്മുടെ ഒരു കമ്പനിയിൽ ശരിക്കും പ്രാക്ടിക്കലി ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ്. വളരെ യൂസ്ഫുൾ ആയിട്ട് നമ്മൾക്ക് കമ്പനിയിൽ പോകുമ്പോൾ ഫസ്റ്റ് ഡേ മുതൽ യൂസ് ആവുന്ന ഒരു സംഗതിയാണ്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നിങ്ങളുടെ കമൻറ്റ്സ്, നിങ്ങളുടെ സജഷൻസ് എല്ലാം കമൻറ്റ്സ് ആയിട്ടെല്ലാം നമ്മുടെ ഇൻബോക്സിലിടാം. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.